അൻവർ തുടക്കം കുറിച്ചത് ഈ സർക്കാരിലെ ചില ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ചില തെറ്റായ നടപടികൾ സർക്കാരിനെ സ്വാധീനിക്കുന്ന തലത്തിൽ, വകുപ്പുകളെ സ്വാധീനിക്കുന്ന തലത്തിൽ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിന്റെ പിന്തുണയോടുകൂടിയെല്ലാം നടക്കുന്ന ചില തെറ്റായ നടപടികളും അതുവഴി പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തുന്ന കള്ളക്കടത്തിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും സ്വർണം പൊട്ടിക്കലിന്റെയും തുടങ്ങിയിട്ടുള്ള ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് അൻവർ ആരോപണങ്ങളായി ഉന്നയിച്ചു തുടങ്ങിയത്. അൻവറിന്റെ ആദ്യ ദിനങ്ങളിലെ വാർത്താ സമ്മേളനങ്ങൾ കാണുമ്പോൾ ഈ സർക്കാരിനെ നേരെ വഴിക്ക് നയിക്കാൻ കഴിയുന്ന ഒരു രീതിയിലേക്ക്, സർക്കാരിനെ തിരുത്താൻ കഴിയുന്ന രീതിയിലേക്ക്, ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്താൻ കഴിയുന്ന രീതിയിലേക്ക്, പാർട്ടിക്കും മുന്നണിക്കും വരുതിയിലാക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള ചില സംഭവങ്ങളും കാര്യങ്ങളുമാണ് അൻവർ ആദ്യഘട്ടങ്ങളിൽ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള ലക്ഷ്യം എന്താണോ അതിലേക്ക് അടുക്കുന്ന തരത്തിലുള്ള ചില പ്രസ്താവനകളിലേക്ക് അദ്ദേഹം മാറി എന്നുള്ളതാണ്. അൻവർ തുടക്കം മുതൽ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചിട്ടാണെങ്കിൽ അൻവർ തുടക്കം മുതൽ ലക്ഷ്യം വെക്കുന്നത് താൻ പുറത്തു പോയാൽ ഉണ്ടാകാവുന്ന, അതല്ലെങ്കിൽ പാർട്ടി രൂപീകരിക്കേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒന്നുകിൽ അൻവർ നേരത്തെ തന്നെ കണക്ക് കൂട്ടിയിട്ടുണ്ട്, അതല്ലെങ്കിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു രാഷ്ട്രീയ മാറ്റത്തിന് അൻവർ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ 2ാമത്തെയും 3ാമത്തെയും ദിവസം മുതലുള്ള പത്രസമ്മേളനങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു വശം, അൻവർ തുടക്കത്തിൽ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തിരിയുന്നു, പിന്നീട് BJPക്കെതിരെ തിരിയുന്നു, പിന്നീട് പ്രതിപക്ഷത്തിനെതിരെ തിരിയുന്നു, പിന്നീട് വീണ്ടും സർക്കാരിലെ മന്ത്രിമാർക്കെതിരെ തിരിയുന്നു, മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നു, ഇപ്പോൾ ഒടുവിൽ പാർട്ടിക്കെതിരെ തിരിയുന്നു, മുന്നണിക്കെതിരെ തിരിയുന്നു. അപ്പൊ അൻവർ ഞാനൊരു ഒറ്റക്ക് നിൽക്കാൻ ആഗ്രഹിക്കുന്നയാളാണ്, ഞാനൊരു ഒറ്റക്കുള്ള രാഷ്ട്രീയം പയറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളൊരു ധാരണ പതുക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ബഹുമാനപ്പെട്ട സജീവൻ പറഞ്ഞതുപോലെ എത്രത്തോളം അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അൻവർ ഉയർത്തുന്ന വിഷയങ്ങൾക്ക്, അതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ മനസ്സിലാക്കുന്നത്, അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ കോൺഗ്രസിലായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുന്നു, അദ്ദേഹം അത് സമ്മതിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി മാറി. അതിനു മുമ്പേ അദ്ദേഹം ആദ്യം മത്സരിക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു പൊതു രാഷ്ട്രീയത്തിന്റെ സ്വഭാവം അത് തെറ്റായ കാര്യങ്ങൾക്കൊപ്പം നിൽക്കുന്നതാണ്. ഈ അൻവറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാലങ്ങളായി കേരളീയ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾ, അദ്ദേഹം നടത്തുന്ന ബിസിനസ്സും അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലൈസൻസ് ഇല്ലായ്മയും അതിനുവേണ്ടി സർക്കാരിനെ സ്വാധീനിക്കാൻ ശ്രമിച്ചതും സർക്കാരിന്റെ ഇടപെടലുകളും ഈ തരത്തിൽ നടന്നിട്ടുള്ള ചില കാര്യങ്ങളാണ്. അപ്പൊ അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ നടപടികൾ എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെതായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിനെ പരിധിയിലാക്കി തന്റെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പി ശശിയെ ഞങ്ങൾ തള്ളുന്നില്ല, പി ശശി ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് അൻവർ തെറ്റായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു എന്നാണ്. അപ്പൊ അത് മുഖ്യമന്ത്രി പറയണ്ടേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അതിനുള്ള ബാധ്യതയില്ലേ കേരളത്തോട് പറയാൻ? അൻവർ തെറ്റായ കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ശശിയോട്, അങ്ങനെ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ ഈ സർക്കാരിൽ ശശിക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ അൻവർ ആദ്യം മുതൽ അവസാനം വരെ ഈ സർക്കാരിൽ ചെലുത്തിയിട്ടുള്ള സമ്മർദ്ദങ്ങളും ശ്രമങ്ങളും എല്ലാം നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ, അതായത് ശ്രീ അൻവറിനെ ഇന്നലെ ഇടതുമുന്നണിയിൽ നിന്ന് ഔദ്യോഗികമായി മാറ്റുന്നത് വരെ അൻവർ ആ തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ പ്രേരിപ്പിച്ചു. അതിന് സർക്കാർ വശംവദരായി, അതിനൊപ്പം നിൽക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായി. അത് 1ാം പിണറായി സർക്കാരിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ കാര്യത്തിലാണെങ്കിലും സർക്കാരിനെ വരുതിയിലാക്കി ചില കാര്യങ്ങൾ ചെയ്യാൻ അൻവർ ശ്രമിച്ചു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് 1ാം പിണറായി സർക്കാരിൽ ധാരാളം ആരോപണങ്ങൾ ഉണ്ടായത്. ഇപ്പോൾ ആ സ്വർണ്ണക്കള്ളക്കടത്തിന്റെ ഏതാണ്ട് മേഖല വടക്കൻ കേരളമായി മാറിയിരിക്കുന്നു എന്ന് അൻവർ തന്നെ സമ്മതിക്കുകയാണ്.